ചേട്ടാ നമസ്കാരമുണ്ട്. എന്താ പേര്? എൻ്റെ പേര് സേതുമാധവൻ. അപ്പോൾ ഏതൊക്കെയാ ഫ്രൂട്ടുകളൊന്ന് പരിചയപ്പെടുത്തുന്നത്? ഇത് നമ്മുടെ ഉഗ്വാൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. കാലിഫോർണിയയുടെ ഉഗ്വാൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ലോങ് നെക്കാണ്. ഇത് ഫ്രൂട്ടാണ് ഓൾറെഡി. ഹാസ് വെറൈറ്റി തന്നെ. ഇത് പഴുത്തത്. ഇത് പഴുത്തതാണ്. ഉഗ്വാന് ഗ്രീൻ കളറേ വരുള്ളൂ. ഇതാണ് വരുന്നത്. ഇതിൻ്റെ സീഡ് ചെറുതായിരിക്കും. ഇത് നമ്മുടെ വയനാട്ടിലെ ഹാസ് എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. പക്ഷേ ഇതല്ലേ വലുപ്പമാണ്, ഫ്രഷ് കുറവാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇതിന് ഇത്ര താമസം വരുന്നുണ്ട് ഈ ഫ്രൂട്ട്. അതൊരു അഡീഷണൽ ആയിട്ട് നമ്മൾ വെച്ചെന്ന് മാത്രമല്ല കാണിക്കാനായിട്ട്. നമ്മുടെ മറ്റേ വലിയ വെറൈറ്റി ഏതാ? ഇത് ക്ലിയോപാട്ര. ഇത് 650-700 ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ട്. അതിൻ്റെ പ്ലാന്റാണ് ഇതിനൊക്കെ. ഇത് ക്ലിയോപാട്ര എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റിംഗ് പ്ലാന്റാണ്. എന്താ വില വരുന്നത്? ഇത് നമ്മളെ ഓൺലൈനിൽ ആൾക്കാർക്ക് വാങ്ങാൻ വേണ്ടി നമ്മൾ വീഡിയോ ഉണ്ട്, ചിലപ്പോൾ ആൾക്കാർ വാങ്ങും. അപ്പോൾ അവർക്ക് നമ്മൾ DTDC കൊറിയറായി അയച്ചു കൊടുക്കും. കൊറിയർ അയച്ചു കൊടുക്കാറ്. നമ്മൾ പ്ലാന്റിന് വില ഈടാക്കുന്നത് 500 രൂപയാണ്. ഒരു പ്ലാന്റിന് നമ്മൾ വില ഈടാക്കുന്നത് പ്ലസ് കൊറിയർ ചാർജ്. ഇത് മണ്ണ് കളയാതെ ഇതേപോലെ തന്നെ നമ്മൾ PVC പൈപ്പിൽ ആണ് അയച്ചു കൊടുക്കുന്നത്. DTDC കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ എവിടെയും നമുക്ക് അയച്ചു കൊടുക്കാം. ചേട്ടൻ്റെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാം. അവരുടെ ഫാമിംഗ് ആണ് ചെയ്യുന്നത്. 25 ഏക്കറിൽ നമ്മൾ ചിക്കമംഗ്ലൂരാണ് നമ്മുടെ ഫാമുകൾ. ചിക്കമംഗ്ലൂർ പിന്നെ കണ്ണൂരുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ട്രിവാൻഡ്രം. നമ്മളിപ്പോൾ മെയിനായിട്ട് അവക്കാഡോ പൗഡറാണ്. അവക്കാഡോ കൊണ്ട് എന്തൊക്കെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാവോ ഇപ്പോൾ ഞങ്ങൾ അവക്കാഡോ പൗഡർ. അതായത് നമ്മളൊരു അവക്കാഡോ ഉപയോഗിക്കുന്നതിനിപ്പം മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു അവക്കാഡോ മേടിക്കുമ്പോൾ കയ്പ് വരാറുണ്ട്. നമ്മൾ ഇതേ വെറൈറ്റിയുടെ മേടിക്കുമ്പോൾ കയ്പ് വരാറുണ്ട്. അപ്പോൾ അതിന് സൊല്യൂഷനാണ് നമ്മൾ ഒരു അവക്കാഡോയ്ക്ക് പോയതിൽ നമ്മൾ ഇതിൻ്റെ ഒരു സ്പൂൺ അതിന് ഷെയ്ക്ക് അടിക്കാനും ജ്യൂസ് ഇതിനൊക്കെ എല്ലാത്തിനും സ്മൂത്തി ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഇതിന് ഉപയോഗിക്കും. ഇത് ക്ലിയോപാട്ര എന്ന് പറയുന്ന അവക്കാഡോയുടെ പൗഡറാണ്. കളർ ഉണ്ട്. ഇത് ഹാസ് വെറൈറ്റിയുടെ പൗഡറാണ്. ഇത് ഹാസ് വെറൈറ്റിയുടെ പൗഡർ. ഇത് നമ്മൾ ബോക്സ് ആണ് കേട്ടോ. ഇത് ക്ലിയോപാട്ര എന്ന് പറയുന്നത് കളർ കണ്ടു. ഇത് നമ്മുടെ ഈ വെറൈറ്റി ക്ലിയോപാട്ര എന്ന് പറയുന്ന വെറൈറ്റി നമ്മുടെ ട്രോപ്പിക്കലും സബ് ട്രോപ്പിക്കൽ നല്ല ചൂട് ക്ലൈമറ്റിലും കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവക്കാഡോ ഹണി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അവർക്ക് നമ്മുടെ ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് ആണ്. ഇത് നമ്മൾ 8 ഏക്കർ സ്ഥലത്താണ്. 8,000 രൂപ to 10,000 രൂപ വിലയാണ്. കൂടുതൽ സെർച്ച് ചെയ്താൽ അര കിലോയ്ക്ക് 4,000 രൂപയ്ക്ക് പിന്നെ കുറേ ചാർജൊക്കെ വരുന്നു. അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇത്രയും ഫാമിംഗ് ഉള്ള സ്ഥിതിക്ക് നമ്മൾ ഇതിന് കൂടുതൽ ഡെവലപ്പ് ചെയ്യാം. കർഷകർക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ സോപ്പാണ് അവക്കാഡോ വിത്ത് ഹണി വെച്ചിട്ട് അവക്കാഡോയെ എങ്ങനെ മൂല്യവർദ്ധ ഉൽപ്പന്നം ചെയ്യാനുള്ള രീതിയിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് ഷാസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നമ്മൾ അവക്കാഡോ സോപ്പ് സെയിൽ തുടങ്ങി. ഇത് 75 ഗ്രാമിന് 75 രൂപയാണ് നമുക്ക് വില വരുന്നത്. ഇതും നമ്മൾ കൊറിയർ അയക്കാറുണ്ട്. സെയിം രീതിയിൽ തന്നെ നമ്മൾ കൊറിയർ അയച്ച് കൊടുക്കാറുണ്ട്. 2.5 വർഷം തൊട്ട് ഫ്ലവറിങ് തുടങ്ങും. പക്ഷേ നമ്മൾ ഒരു കാരണവശാലും ആ ഫ്ലവർ നിർത്തരുത്, കട്ട് ചെയ്ത് കളയുക. 3.5 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഫ്ലവറിങ് നിർത്തുക. 3.5 വർഷം ആയ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 40 കിലോ ഫസ്റ്റ് ടൈം ഫ്രൂട്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് ഒരു അവക്കാഡോ ഈ ക്ലിയോപാട്ര മെച്യൂർ പീരീഡ് എന്ന് പറഞ്ഞാൽ 5-ാം വർഷമാണ്. 5-ാം വർഷമായ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് 70 കിലോ, അതായത് ഫസ്റ്റ് ഫ്രൂട്ടിങ് 70 കിലോ. രണ്ടാമത്തെ 3 മാസം കൊണ്ട് നമുക്കൊരു രണ്ടാമത്തെ ഇച്ചിരി ഫ്രൂട്ടിങ് കുറവായിരിക്കും. അതൊരു 40 കിലോ ആ റേഞ്ചിലാണ് വരിക. 3-ാം സീസണും ഒരു 45-50 കിലോയാണ് വരിക. ഏകദേശം 5-ാം വർഷമായ ഓരോ മരത്തിനും നമ്മൾ എങ്ങനെ കെനോപ്പി പ്രൂണിങ് ചെയ്ത് നിർത്തുന്നോ അതിനനുസരിച്ച് നമുക്ക് ഈൽഡ് പോയി. എല്ലാ പ്ലാന്റുകളും നമ്മൾ കൃത്യമായിട്ട് ഒരു 20 അടി ഹൈറ്റിൽ നമ്മൾ പ്രൂണിങ് ചെയ്ത് നിർത്തി നല്ല രീതിയിൽ പോളിയാറ് പുറത്ത് നിർത്തുകയാണെങ്കിൽ ഒരു മരത്തിൽ നിന്ന് ഇപ്പോൾ 10 വർഷമായി എൻ്റെ മരത്തിൽ നിന്ന് നമുക്ക് 1 കിൻഡൽ അവക്കാഡോയാണ് ഒരു സീസണിൽ, അതായത് 3 വർഷം നമ്മൾ ഫ്രൂട്ട് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ എങ്ങനെ ആണ് നമ്മൾ പരിപാലിക്കുന്നത് അതനുസരിച്ചിരിക്കും നമുക്ക് ഫ്രൂട്ടിങ് കിട്ടും. പിന്നെ ഏതൊരു അവക്കാഡോ പ്ലാന്റ് ചെയ്താലും എനിക്ക് കൃത്യമായിട്ട് നമ്മളോട് ചോദിക്കാം വാട്സാപ്പിൽ എന്ത് ഡൗട്ട് ഉണ്ടാവും. തൈ നടുകയാണെങ്കിൽ നമ്മൾ തൈയുടെ ചോട്ടിലെ മണ്ണ് ആദ്യമേ കുറച്ച് 2 ഇഞ്ച് മണ്ണ് കളയണം. കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അതിന് നമ്മൾ എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പും മണ്ണാക്കുക. അത് വലിയ രീതിയിൽ ചെറിയ രീതിയിൽ നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ നടാനായിട്ട്. പിന്നെ അധികം ഓവർ വാട്ടർ കൊടുക്കരുത്. ഫസ്റ്റ് നടുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അധികം വെള്ളം, ഒരു ലീഫ് വാടുകയാണെങ്കിൽ മാത്രം നമ്മൾ വെള്ളം കൊടുക്കുക. അധികം വെള്ളം വേണ്ട. അവക്കാഡോ കൃഷി ചെയ്യാൻ വെള്ളം വേണ്ട. പിന്നെ മെയിനായിട്ട് നമ്മൾ 1-2 പ്ലാന്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ വീട്ടിലെ കിച്ചൺ വേസ്റ്റ്, കഞ്ഞിവെള്ളം, മീൻവെള്ളം, ഇറച്ചി കഴുകിയ വെള്ളം ഇതൊന്നും ഈ അവക്കാഡോ ചോട്ടിൽ ഒഴിക്കാൻ പാടില്ല. ഒഴിച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് ഡെഡായി പോകും. പിന്നെ നമ്മളതിന് യാതൊരു ഇതും ചെയ്താൽ പറ്റില്ല. കാരണം ഇത് പെട്ടെന്ന് ഫംഗസൈഡ് വരാറുണ്ട്.
ഇത് ഈ 10-25 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഇത് വെച്ചിട്ടാണ് ഞാനത് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ ഫൈറ്റോസ്വാര അങ്ങനത്തെ കാര്യങ്ങൾക്ക് എന്താ വരുന്നത്? ഫൈറ്റോസ്വാര വെച്ചാൽ അത് നമ്മൾ ഒന്ന് മഴ കൂടുമ്പോഴുണ്ടാകുന്നത്. അതിനൊക്കെ ഫംഗസൈഡായിട്ട് നമ്മൾ സാഫ്, അതേപോലെ ബോഡോമിക്സ് ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, നമ്മൾ മരത്തിന്റെ ഒരു 2 അടി ഹൈറ്റിൽ ഒരു പച്ച കളറിൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്തേക്കുന്നത്, അതാണ് ബോഡോമിക്സ്. അത് എന്തൊക്കെയാ കൂട്ട്, അതിന്റെ കൂട്ട് എന്തൊക്കെയാന്ന് പറഞ്ഞു? കൂട്ട് തുരിശും ബോഡോമിക്സ് എന്നുണ്ടെങ്കിൽ എല്ലാവരും പിന്നെ അതിൽ നമ്മൾ വേറെ എന്തെങ്കിലും കെമിക്കൽ ചേർക്കണം? അതിന് ബദലായിട്ട് വരുന്നതാണ് സാഫ്. അല്ല അതിന് കെമിക്കൽ ചേർക്കണം ചോദിക്കാം. ഇല്ല, അതിന് വേറെ കെമിക്കലൊന്നും ഇല്ല. അതായത് കെമിക്കലാണ് സംഭവം. തുരിശും സാഫ് മാത്രമേ. പക്ഷേ ബോഡോമിക്സ് എല്ലാവർക്കും. ഞാനൊരു കൂട്ട് പറയട്ടെ. ഒന്ന് തുരിച്ച്, അതിലേക്ക് എന്തെങ്കിലും എക്കലക്സ് അങ്ങനെ എന്തെങ്കിലും ഒരു ചേർക്കുക, പിന്നെ സാഫും കൂടി മിക്സ് ചെയ്തിട്ട് അടിക്കേണ്ട ആവശ്യം. ഈ സാഫിലും ഈ തുരിശ് തന്നെയാണ് ഉള്ളത്. ഈ പറഞ്ഞ ഇത് ഈ ബോഡോമിക്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു പൗഡർ രൂപമാണ് സാഫ്. ഓക്കെ, സാഫ്. നമ്മൾ വേറൊരു കെമിക്കൽ ഇതിന് കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിനുള്ള ഫംഗസ് അല്ല. കാരണം വെച്ചാൽ അഴുകെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു ഇതാണ് ഈ സാഫ്. അത് സാഫ് ഇപ്പോൾ നമ്മൾ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും, പിന്നെ മാക്സിമം വലിയ വുഡിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, തടികളിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവക്കടെ കണ്ടുവരുന്ന ഒരു സംഭവമാണ് സ്റ്റംബോർ, അതായത് തണ്ട് തുരപ്പൻ പുഴു. അത് നമ്മൾ ഇതിൻ്റെ ചുവട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക. അതായത് ഏറ്റവും നല്ല ചൂട് സമയത്താണ് ഇവർ അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ തടിയിൽ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ചീമക്കൊന്നയിലൊക്കെ കാണുന്ന പോലെ ഒരു ഓട്ട ഉണ്ടാക്കി പോകുന്ന സാധനം, അതെ, ഒരു പുഴു, ഒരു നല്ല നീളം ഉണ്ടാവും. അതൊരു മണ്ടാണ്. അത് മുട്ടയിട്ട് കഴിഞ്ഞാൽ ഒരു 100 മുട്ടയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ തുരത്താൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ നമ്മൾ ഹിറ്റ് അതിൽ സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും രാസ കീടനാശിനി നമ്മൾ ആ ഹോളിലേക്ക് സ്പ്രേ ചെയ്ത് അതിനെ നമ്മൾ ആ ഹോൾ അടച്ചു വെക്കുക. സോപ്പോ അല്ലെങ്കിൽ ചെറിയ കല്ലോ വെച്ച് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനെ മുൻപോട്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാന്റ് മൊത്തത്തിൽ ഇതായിട്ട്. ഓക്കെ, എൻ്റെ മൊബൈൽ നമ്പർ പറയാം 7338629132. തൈകൾ വേണ്ടവർ നമ്മൾ DTDC വഴി കൊറിയർ ചെയ്യാറുണ്ട്. പ്ലാന്റ് അയക്കുന്നത് വെച്ചാൽ 2 കിലോ വരെ ഒരു പ്ലാന്റ്. അതായത് PVC പൈപ്പിലാണ് നമ്മൾ അയക്കുക, കാർഡ്ബോർഡ് ബോക്സിലൊന്നുമല്ല. സേഫായിട്ട് അതോ കവറോട് കൂടി തന്നെ ആണ് നമ്മൾ അയക്കുന്നത്. 120 രൂപയാണ് നമുക്കൊരു കൊറിയർ അയക്കുന്നതിനുള്ള കോസ്റ്റ് വരുന്നത്. 1.5 അടി ഹൈറ്റുള്ള പ്ലാന്റുകളായിരിക്കും.